ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് ഭീകരരും പോലീസും ഏറ്റുമുട്ടി. നാരായൺപൂർ ജില്ലയിലുണ്ടായ ഏറ്റുമുട്ടലിൽ 8 ഭീകരരെ വധിച്ചു. ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ വീരമൃത്യു വരിച്ചു. 2 ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണനൊപ്പം ചേരുന്നു. ജിഷ്ണു, എന്താണ് ഉണ്ടായത്? കൃഷ്ണരാജ്, ഛത്തീസ്ഗഡിൽ നാരായൺപൂർ ജില്ലയിൽ അബുജമത് വനമേഖലയിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ 2 ദിവസമായി ഈ വനമേഖലയിൽ മാവോയിസ്റ്റ് ഭീകരർ തമ്പടിച്ചിട്ടുണ്ട് എന്ന രഹസ്യ വിവരത്തെ തുടർന്ന് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും ഒപ്പം ITBPയും സംയുക്തമായി പരിശോധന നടത്തുകയായിരുന്നു. തുടർന്നുണ്ടായ ഏറ്റുമുട്ടലിലാണ് ഇപ്പോൾ 8 മാവോയിസ്റ്റ് ഭീകരരെ സുരക്ഷാ സേന വധിച്ചിട്ടുള്ളത്. തോക്കുകളും മറ്റ് ആയുധങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഒപ്പം ഈ നാരായണപൂർ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റുമുട്ടലിൽ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ വീരമൃത്യു വരിച്ചിരിക്കുകയാണ്. 2 ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. മേഖലയിൽ ഇപ്പോഴും പരിശോധന തുടരുകയാണ് എന്നാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായി ഈ മേഖലയിൽ നാരായൺപൂർ മേഖലയിലെ അബുജമത് വനമേഖലയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി വരികയായിരുന്നു. ഈ ഏറ്റുമുട്ടൽ ഉണ്ടായതിനെ തുടർന്ന് കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ മേഖലയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അവിടെ പരിശോധന നടന്നു വരികയാണ്. ഈ മാസം തന്നെ 12-ാം തീയതി നടന്നിട്ടുള്ള ഏറ്റുമുട്ടലിൽ ഭീകരരെ, ഈ മാവോയിസ്റ്റ് ഭീകരരെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. ആ ഒരു പരിശോധനയിലാണ് ഈ മേഖലയിൽ കൂടുതൽ മാവോയിസ്റ്റ് ഭീകരരുണ്ട് എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചത്. തുടർന്ന് ഒരു സംയുക്ത ഓപ്പറേഷനാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ നടത്തിയത് എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോഴും ആ മേഖലയിൽ പരിശോധന തുടരുകയാണ്. ഈ വർഷം മാത്രം ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് വിരുദ്ധ വേട്ടയുടെ ഭാഗമായി 131 മാവോയിസ്റ്റുകളെ വധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. കൃഷ്ണരാജ്, ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് ഭീകരരും പോലീസും ഏറ്റുമുട്ടി. 8 മാവോയിസ്റ്റ് ഭീകരരെ പോലീസ് വധിച്ചു. ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥന് വീരമൃത്യു വരിക്കേണ്ടി വന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ.